ഫുട്ബോൾ ലോകത്ത് വലിയ രീതിയിൽ ഫാൻസ് ഉള്ള ടീമുകളിൽ ഒന്നാണ് ഇറ്റലി. അഫുറിപ്പട. ഭൂരിഭാഗം സമയങ്ങളിലും ഡിഫൻസ് പിടിച്ച് കളിക്കുന്ന ഒരു ടീമാണ് ഇറ്റലി. എന്നിട്ട് പോലും ലോകമെമ്പാടും അവർക്ക് വലിയ രീതിയിൽ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റലിയെ സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങൾ അത്ര മികച്ച രീതിയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വേൾഡ് കപ്പ്, 2018 റഷ്യയിൽ വെച്ച് നടന്നിട്ടുള്ള വേൾഡ് കപ്പും 2022 ഖത്തറിൽ വെച്ച് നടന്നിട്ടുള്ള വേൾഡ് കപ്പ്, ഈ 2 വേൾഡ് കപ്പിനും ക്വാളിഫൈ നേടാൻ ഇറ്റലിക്ക് കഴിഞ്ഞിട്ടില്ല. 4 വേൾഡ് കപ്പ് നേടിയ, ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ടീമുകളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് വരുന്ന, ജർമ്മനിക്കൊപ്പം 2ാം സ്ഥാനത്ത് വരുന്ന ടീമാണ് ഇറ്റലി. എന്നിട്ടും അവർക്ക് കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ ക്വാളിഫൈ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അവരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് നോർവേ ആയിരുന്നു. നോർവേ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു, ഇറ്റലി 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് 2026 വേൾഡ് കപ്പിൽ, അതായത് 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന അമേരിക്ക, മെക്സിക്കോ, കാനഡ, 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന ഈ വർഷത്തെ ഈ ഒരു വേൾഡ് കപ്പിനെ ഇതുവരെ ഇറ്റലിക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇറ്റലിയുടെ വേൾഡ് കപ്പ് സാധ്യതകൾ പ്ലേ ഓഫിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്ലേ ഓഫ് മത്സരങ്ങൾ 2 മത്സരങ്ങളുണ്ട്. സെമി ഫൈനൽ, ഫൈനൽ മത്സരം പോലെ ഈ 2 മത്സരവും ഇറ്റലി ജയിച്ചാൽ മാത്രമേ ഇറ്റലിക്ക് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. മോശം പെർഫോമൻസ് കാരണമാണ് ഇറ്റലി, മോശം ഫോം കാരണമാണ് ഇറ്റലിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാത്തത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയിൽ 2020 നടന്നിട്ടുള്ള ആ ഒരു യൂറോ ഇറ്റലിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യൂറോ നേടാൻ കഴിഞ്ഞ ഒരു ടീമിന് എന്തുകൊണ്ട് 2 വേൾഡ് കപ്പ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല? അതിനുള്ള കാരണം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റലി എന്ന രാജ്യത്തെ അവരുടെ ക്വാളിഫൈ മത്സരങ്ങളുണ്ടല്ലോ, വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരങ്ങളിൽ അവർ നടത്തുന്ന പെർഫോമൻസ് വളരെ മോശമാണ്. അത് തന്നെയാണ് അവർക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 തവണയും വേൾഡ് കപ്പ് അല്ലാതെ യൂറോയിൽ അവർ മികച്ച പെർഫോമൻസ് നടത്തി യൂറോ നേടുകയും ചെയ്തു 2020. പക്ഷെ തൊട്ട് അടുത്ത വേൾഡ് കപ്പ് 2022 നടന്നിട്ടുള്ള വേൾഡ് കപ്പിന് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ആ യൂറോയിൽ മികച്ച പെർഫോമൻസ് നടത്തി വേൾഡ് കപ്പ് എല്ലാവരും കളിക്കുമെന്ന് വിചാരിച്ചൊരു ടീമായിരുന്നു. പക്ഷെ അന്ന് ഇതുപോലെ പ്ലേ ഓഫിൽ വന്നിട്ടായിരുന്നു തോറ്റ് പുറത്തായത് ഇറ്റലി. നിലവിലെ ഇറ്റലിയുടെ സാധ്യത എന്ന് പറയുന്നത്, അവർക്ക് ഇനി ഒരു മത്സരം നോർത്തേൺ അയർലൻഡുമായിട്ട് അവർ കളിക്കുന്നുണ്ട്. ഈ മാസം 27-ാം തീയതി, ഇനി ഒരു 3-4 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ആ മാച്ച് ജയിക്കണം, മസ്റ്റ് വിന്നാണ് ആ മാച്ച്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നില്ലെങ്കിൽ വെയിൽസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ബോസ്നിയ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഈ 2 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീം അവർക്കെതിരെ വരും. ആ ടീമിനെയും തോൽപ്പിക്കുക. അതായത് ഇനിയുള്ള 2 മത്സരങ്ങൾ വിജയിക്കാത്ത വശം ഇറ്റലി അവരുടെ 3ാമത്തെ തുടർച്ചയായ വേൾഡ് കപ്പ് കളിക്കത്തില്ല എന്ന സാഹചര്യത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇറ്റാലിയൻ ഫുട്ബോളെ സംബന്ധിച്ച് ലോകോത്തര നിലവാരമുള്ള കുറേയേറെ താരങ്ങൾ നിലവിലും ഇറ്റലിയിലുണ്ട്. ടൊനാലിയൊക്കെ വേറെ ലെവൽ പ്ലെയർ ആണ്. അതുപോലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ കുറേയേറെ പ്ലെയേഴ്സ് നിലവിൽ ഇറ്റാലിയൻ നാഷണൽ ടീമിലുണ്ട്. പക്ഷേ ഇവർ ആ ഒരു പഴയ ശൈലി, അതായത് പഴയ ഡിഫെൻസീവ് ഫുട്ബോൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതത്ര കണ്ട് ഫലപ്പെടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഡൊണാറുമ നല്ല കീപ്പറുണ്ട്. നേരത്തെ അവർക്ക് അറിയാലോ, ലോകത്തെ ഏറ്റവും മികച്ച കീപ്പേഴ്സിൽ ഒരാളായിട്ടുള്ള ബുഫൺ ഉണ്ടായിരുന്നു. 500-ലധികം ക്ലീൻ ഷീറ്റ് നേടിയിട്ടുള്ള ഏക കീപ്പറാണ് ബുഫൺ. അപ്പോൾ അങ്ങനത്തെ ഒരു കീപ്പർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡൊണാറുമയുണ്ട്. ഡൊണാറുമയും വളരെ മികച്ച കീപ്പറാണ്. അപ്പോൾ എല്ലാ മേഖലയിലും മികച്ച സൂപ്പർ താരങ്ങളുണ്ട്. ആ ഒരു അതേ ശൈലി, അവരുടെ ആ ഒരു പണ്ട് അവർ കളിച്ചിരുന്ന അതേ ഡിഫെൻസീവ് ആയിട്ടുള്ള ശൈലി അത് തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. പിന്നെ അറ്റാക്കിങ്ങിലേക്കും വരുമ്പോൾ ആ ഒരു പഴയ രീതിയിലുള്ള അതേ ഗെയിം തന്നെയാണ് ഇപ്പോഴും ഇറ്റലി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രഡീഷൻ അതുപോലെ തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ റിസൾട്ടുകളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇനിയുള്ള 2 മത്സരങ്ങൾ, അത് 2ഉം ജയിച്ചിട്ട് ഇറ്റാലിയൻ ഫുട്ബോളിന് അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ? ഇറ്റലിക്ക് അടുത്ത വേൾഡ് കപ്പിൽ ക്വാളിഫൈ നേടാൻ പറ്റുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ചെയ്യൂ. ഇറ്റലി കളിക്കാൻ പോകുന്ന 2 ടീമുകളും താരതമ്യേന ഇറ്റലിയേക്കാൾ മോശം റാങ്കിങ്ങിലുള്ള ടീമുകൾ തന്നെയാണ്. ഇറ്റലിയുടെ ഫിഫ റാങ്കിങ് 13 13 ഫിഫ റാങ്കിങ് ഉണ്ടായിട്ട് പോലും വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടാൻ ഇറ്റലിക്ക് കഴിയാതെ പോകുന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റലിക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്താൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾ കമന്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇറ്റലി അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടുമോ, അതോ തുടർച്ചയായി 3 വേൾഡ് കപ്പ് ഇറ്റലി കളിക്കാതെ പോകുമോ? അതോ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.